ഹലോ ഖത്തറിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് പോലെ തന്നെ ചെയ്യാന്ന് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും ബീച്ചിൽ പോവാണ്. അല്ല ഗായ്സ്, ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോവാണ്. അപ്പൊ ഖത്തറിൽ വന്നിട്ട് എന്റെ ഫസ്റ്റ് വ്ളോഗാട്ടോ ശ്രീജിത്ത്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ അജുവിനെ നമുക്ക് വഴിയിൽ എടുക്കാനുണ്ടേ. ഭയങ്കര ചൂടാട്ടോ. ചൂട് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂട്. വണ്ടീന്റെ ഉള്ളിലേക്കൊന്നും കേറാൻ വയ്യാത്ത ചൂട്. സീറ്റൊക്കെ തൊടാൻ പറ്റാത്ത ചൂടായിരുന്നു. ശ്രീജിത്ത് നേരെ നോക്കി ഓടിക്കി, മനസ്സിലായോ? വ്ളോഗ് നോക്കി ചിരിക്കുക. ഇല്ല, ഫസ്റ്റ് വ്ളോഗല്ല, ലാസ്റ്റ് വ്ളോഗല്ല. നേരെ നോക്കി വണ്ടി നോക്കി. അക്കു പണ്ട് ചെറുപ്പത്തില് ഈ സാധനം നോക്കിയിട്ട് ഇതാണ് കരാമ എന്ന് പറഞ്ഞു കൊടുക്കും ഞങ്ങള്. അപ്പൊ അക്കുവിന് മനസ്സിലായില്ല. അപ്പൊ അക്കു ചോദിച്ചു, ഈ കരയിൽ കൂടെ പോണ ആമേനെയാണോ കരാമ എന്ന് പറയാന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ കരാമ എന്ന് പറയുന്നത് ഇവിടെ ഇവരുടെ ഇലക്ട്രിസിറ്റിന്റെ എന്താ ഓഫീസാണ് കേട്ടോ. ഇതിന്റെ ഉള്ളില് എനിക്കിവിടെ ഗൾഫിലേക്ക് വന്നിട്ടേ എനിക്ക് ദൂരെ വന്ന ഒരു ഫീലില്ല. എനിക്ക് ഒരു കോഴിക്കോട് വന്നൊരു ഫീല്. അതായത് ഒരുപാട് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഒരു മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഇല്ല അങ്ങനെയല്ലേ പറയണത്. ഒരുപാട് ദൂരത്താ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഫീലൊന്നുമില്ല. അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഫീലൊന്നും ഇല്ല കേട്ടോ. ഒരു കോഴിക്കോട് നമ്മുടെ വീടിന്റെ അടുത്തല്ലേ, ഒരു 1-2 മണിക്കൂർ ദൂരത്ത് എവിടെയോ വന്ന് നിൽക്കുന്ന ഒരു ഫീല്, അത്രേ ഉള്ളൂ. അങ്ങനെ അജുവിനെ കിട്ടി. ഇനി നമ്മള് അജുവിനെ കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അജുനെ കിട്ടുന്നു. ഡ്രൈവിംഗ് സീറ്റ് ഒഴിവാക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രൈവർ ലൈസൻസ് വെറുതെ എടുത്തിരിക്കുന്നു. അടിപൊളിയാ. അതൊരു കഷ്ണം വേണോ? ഏതാ ഈ ജിമ്മല്ലടാ, ഈ ഡയറ്റ് അല്ലേ? നമുക്ക് നാണുണ്ടോ? അനക്ക് നാണുണ്ടോ? ഇവിടെ വന്നതിന് ശേഷം കുറച്ച് പച്ചപ്പ് ഹരിതാഭയൊക്കെ ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ. മരുഭൂമി അല്ല വേണ്ടത്. എനിക്ക് മരുഭൂമിയല്ല ഇഷ്ടം, എനിക്ക് പച്ചപ്പ് ഹരിതാമ്പയാണ് ഇഷ്ടം. ഹരിതാമ്പയോ? അതേതാമ്പയാ? പശുമ്പ അറിയണ പോലെ ഹരിതാമ്പ. ഹരിതാപകരം. ഹരിതാപകരം പിന്നല്ലാതെ ഹരിതാപ. ഞാൻ പറയണില്ല. ഹരിതാപകരം എന്ന് പറയാ. അങ്ങനെ നമ്മള് മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് മൊത്തം മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഗൾഫിക്ക് വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പോണ വഴിയിൽ നമ്മൾ കുറച്ച് ഒട്ടകങ്ങളെയൊക്കെ കണ്ടു കേട്ടോ. അപ്പം നമ്മളെയൊക്കെ കയറ്റി ഒട്ടക സവാരി ഇവരിവിടെ നടത്തി തരും. പിന്നെ പരുന്തിനെയൊക്കെ കയ്യിൽ വെക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അക്കൂനായിരുന്നു നിർബന്ധം ഒട്ടകപ്പുറത്ത് കയറണമെന്ന്. 20 റിയാലാണ് കേട്ടോ ഒരാൾക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എത്തിയതിന് ശേഷം എപ്പോഴും റിയാൽ കേൾക്കുമ്പോൾ ഞാനതിങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കട്ടോ. അതായത് ഏകദേശം 500 രൂപ നമ്മുടെ നാട്ടിലത്തെ ഒരാൾക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ. വൈറ്റ് നിറത്തിൽ തൊട്ടാ മതി. ഈ ഒരു ഒട്ടകത്തിന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴാട്ടോ അതിൻ്റെ ആ കയറ് കെട്ടിയ ഭാഗത്ത് വലിയൊരു മുറിവുണ്ടായിരുന്നേ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കോക്കുനെ മുറുക്കി പിടിച്ചോട്ടോ. അടുത്തതായിട്ട് കയറിയത് അക്കുവാണ്. അക്കുവിനത് ഇത്ര പേടിയുണ്ടെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ലേ. ഒന്നും കാട്ടൂല. അതൊക്കെ ഉണ്ടാക്കണ്ട, എന്തെങ്കിലും കാട്ടുമോ? നല്ലതായി. അത് വാലോണ്ട് അക്കൂര് ടപ്പേ ടപ്പേന്ന് 2 അടി. അക്കു നിക്ക്. ഒട്ടകത്തിനോട് താങ്ക്സ് പറഞ്ഞോ? താങ്ക് യു, ബൈ.
തൊട്ടാ കുഴപ്പമുണ്ടോ? തൊട്ടോ താങ്ക് യു. തൊട്ടോ വേണ്ട. തൊട്ടോ. അന്തനാണ് അന്തൻ. അങ്ങനെ നമ്മള് ഇതാ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരുഭൂമിയും കടലും ഒന്നിച്ചു വരുന്ന അപൂർവം ബീച്ചുകളിൽ ഒന്നാണ് ഈ ബീച്ച്. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ. നോക്ക്, വണ്ടി കയറ്റൂട്ടോ. ഈ കുന്നമ്മയ്ക്ക് വണ്ടി കയറ്റും. അതായത് പറഞ്ഞില്ലേ മരുഭൂമിയും കടലും ഒന്നിക്കുന്ന ഒരു അപൂർവ സ്ഥലമാണിത്. കണ്ടോ വണ്ടി വരുന്നത് കണ്ടോ അവിടുന്ന്. ഞാനേ പണ്ട് നന്ദ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുത്ത് ഓർമ്മ ഉണ്ടോ? അതിവിടെയാണ് അതിന്റെ മുകളിൽ. ഭയങ്കര ബാഗ്, നന്ദയ്ക്ക് ഓർമ്മ. ഒരു റെഡ് ഒരു ഗൗൺ ഒക്കെ ഇട്ടിട്ട് അങ്കിനിയും കൊണ്ട് നന്ദയ്ക്ക് ഓർമ്മ ഉണ്ട്. നന്ദ ശരിയാ, വയറ്റിന്റെ ഉള്ളിൽ നന്ദ കണ്ടു അല്ലേ? പണ്ടത്തെ വലിയ കാര്യങ്ങൾ ഓർമ്മണ്ടേ? അതെ 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 അതെ. ജനിക്കുന്നതിന് മുമ്പത്തെ കാര്യം വരെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതാണ് നന്ദ. ഡെസേർട്ടിന്ന് ഡയറക്റ്റ് ബീച്ചിക്കാണ് കേട്ടോ. അങ്ങനെ കടലിലുള്ള കുളിയൊക്കെ കഴിഞ്ഞ് എല്ലെണ്ണും കേറിയിട്ടുണ്ട്. നോക്കട്ടെ കോല നോക്കട്ടെ. അക്കു ഇങ്ങോട്ട് നോക്കിയേ. അക്കുന്റെ തലയിൽ വെള്ളം ഉണ്ടല്ലോ എപ്പോഴും. വിയർത്തതാണോ? ഇവിടെ നോക്കിയേ. പൂക്കൂന്റെ കുളി ഒക്കെ കഴിഞ്ഞു. കാലങ്ങളായിട്ട് കുളിക്കാത്ത കോക്കൂതാ 3 ദിവസം 4 ദിവസം കൂടുമ്പോ തല നിൽക്കുന്ന കോക്കു ഇനി കട്ടൻ ചായ. ചൂടുണ്ടേ? എന്താണ് പിന്നെ അക്കു തള്ളി മറക്കാട്ടോ. അക്കു ഒട്ടകത്തുമ്പോ കയറിയ വീഡിയോ ഉണ്ട്, കാണിച്ചു തരട്ടെ എല്ലാവർക്കും. ആണോ? സ്റ്റോറി ഇട്ടോ നീ? വെരി ഗുഡ്. അപ്പം വീട്ടിലോട്ട് പേടിയാവും. ഞാൻ കേറൂലല്ലോ അങ്ങനത്തെ കാര്യത്തില്. ഞാൻ അന്ന് കുതിരപ്പുറത്ത് കയറിയിട്ട് തന്നെ പഠിച്ചതാ പാഠം. അക്കുന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഏത് നേരത്താണോ എനിക്കിത് പറ്റിയത്. കുതിര. എന്നാ ശരി, ബൈ എല്ലാരും. നന്ദക്കൊരു കാര്യം പറയാണ്ട്. പറഞ്ഞോ. ലോട്ടിൽ ചെല്ലുമ്പോ ഓരങ്ങളാക്കും ഒട്ടകം മടിയിലങ്ങളാക്കി. ബാലോണ്ട് അടി അടിച്ചു അല്ലേ? അക്കു എന്നെന്താ